ഇക്കഴിഞ്ഞ ഏപ്രിൽ 26-ന് നടന്ന പാർലമെൻറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന്, അതായത് ഇടതുപക്ഷത്തിൽ തന്നെ CPIക്ക് 2 സീറ്റാണ് ഉറപ്പിക്കാവുന്നത്. കേരളത്തിൽ 4 സീറ്റിലാണ് CPI മത്സരിച്ചത്. അതിൽ തന്നെ 2 സീറ്റ്, ആ 2 സീറ്റും UDFിൽ നിന്ന് തിരിച്ചു പിടിക്കുന്ന രീതിയിലേക്കാണ്, അല്ലെങ്കിൽ അതൊരു 100% വിജയിച്ചു എന്ന് പറയത്തക്ക രീതിയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 4 സീറ്റിൽ CPI LDFിന് വേണ്ടി മത്സരിച്ചപ്പോൾ 1 തിരുവനന്തപുരത്തായിരുന്നു, പന്ന്യൻ രവീന്ദ്രനായിരുന്നു. 2 നമ്മുടെ വയനാട് മണ്ഡലത്തിൽ ദേശീയ നേതാവായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ, ഇടതുമുന്നണിയുടെയും ഇന്ത്യ മുന്നണിയുടെയൊക്കെ നേതാവായിട്ടുള്ള ആനി രാജയാണ് മത്സരിച്ചത്. 3ാമത് നമ്മുടെ CPIക്ക് വേണ്ടി മത്സരിച്ചത്, LDFിന് വേണ്ടി മത്സരിച്ചത് തൃശ്ശൂർ VS സുനിൽകുമാറാണ്. അടുത്തത് മാവേലിക്കരയിൽ അരുൺകുമാർ. ഇത്രയും പേരാണ് CPIയുടെ LDFിൻ്റെ സീറ്റിൽ മത്സരിച്ചത്. ഇതിൽ ശക്തമായ മത്സരമാണ് മിക്ക സ്ഥലത്തും നടന്നത്. ആദ്യം തന്നെ മാവേലിക്കരയുടെ കാര്യം പറയാം. 8 തവണയാണ് മാവേലിക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ നേരത്തെ അടൂർ മണ്ഡലമായിരുന്നു, പിന്നെ ഇതത് മാവേലിക്കര മണ്ഡലമായിട്ട് മാറി. 8 തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ്, നിലവിലെ MP, അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തവണ അദ്ദേഹം കഴിഞ്ഞ തവണ തിരഞ്ഞെടുക്കപ്പെട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ MP എന്നുള്ള റോൾ അദ്ദേഹം അന്നേ അഴിച്ചു വെച്ചു. ഇനിയും ഞാൻ കേരളത്തിൽ കേന്ദ്രീകരിക്കാമെന്ന നിലയിൽ തന്നെ ഏകദേശം 7 കോടി രൂപ ഒരു MPക്ക് ഫണ്ട് അനുവദിച്ചപ്പോൾ അതിലെ 5 കോടിയും ചിലവാക്കാതെ അത്രയ്ക്ക് ഉദാസീനതയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് തന്നെ ജയിക്കാൻ യാതൊരു താല്പര്യമില്ലാത്ത മണ്ഡലമായിരുന്നു മാവേലിക്കര. അതുതന്നെയല്ല, ഇനി പാർലമെൻറ്റിലേക്ക് പോകാനും താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദേശീയ തലത്തിൽ BJPക്ക് ബദലായിട്ട് ഉടനെയെങ്ങും ഒരു സഖ്യം വരാൻ പോകുന്നില്ല, അതുകൊണ്ട് തനിക്ക് അവിടെ വലിയ റോളൊന്നും കിട്ടില്ല എന്നതുകൊണ്ട് ഇനി കേരളത്തിൽ, അതായത് അടുത്ത സർക്കാർ UDFിൽ ലഭിക്കും, അപ്പോഴത്തേക്ക് ഇവിടെ ഒരു നല്ലൊരു സ്ഥാനത്തൊക്കെ എത്താമെന്ന നിലയിൽ തന്നെ അദ്ദേഹം ഒരു 2 വർഷത്തിന് മുമ്പ് തന്നെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു, പരാജയം കാത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അരുൺകുമാറിന് കുറച്ചുകൂടി വിജയം എളുപ്പമാകുന്ന തരത്തിലായിരുന്നു ഈ തവണത്തെ മത്സരം. നല്ല ഭൂരിപക്ഷത്തിൽ അരുൺകുമാർ ജയിക്കാൻ തന്നെയാണ് സാധ്യത. അടുത്ത മണ്ഡലം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം ശക്തമായ ത്രികോണ മത്സരം നടന്നിടമാണ്. എങ്കിൽ പോലും ശശി തരൂരിന് ആണ് കൂടുതൽ പേര് സാധ്യത കൽപ്പിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രന് എങ്ങനെ, അതായത് സാധാരണക്കാരുടെ ഇടയിൽ നിന്നുള്ള വോട്ടിൻ്റെ അടിസ്ഥാനത്തിലായി ഒരു സാധാരണക്കാരനായിട്ടുള്ള നേതാവ്, ലളിത ജീവിതം നയിക്കുന്ന നേതാവ് എന്നൊക്കെയുള്ള ഒരു ലേബലിലാണ് പന്ന്യൻ രവീന്ദ്രൻ അവിടെ നിന്നത്. മറ്റ് 2 നേതാക്കന്മാർ പണം വാരി എറിഞ്ഞുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനം മോശമായിരുന്നില്ല. എങ്കിൽ പോലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വലിയ സാധ്യത കൽപ്പിക്കുന്നില്ല. എന്നാൽ അടിത്തട്ടിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഈ 2 പേരെയും കടത്തി വെട്ടിക്കൊണ്ട് പന്ന്യൻ രവീന്ദ്രൻ മുന്നോട്ട് വന്നേക്കാം. എങ്കിലും നിലവിലെ സാധ്യതയെല്ലാം ശശി തരൂരിനാണ് കൽപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയനാട് ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയുടെ തന്നെ നേതാവായിട്ടുള്ള ആനി രാജയും, അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നേർക്ക് നേർ മത്സരിച്ച ഒരു മണ്ഡലമാണ്. BJPക്ക് വേണ്ടി K സുരേന്ദ്രനായിരുന്നു മത്സരിച്ചത്. പക്ഷേ അവിടെ സാധാരണ രീതിയിൽ കഴിഞ്ഞ തവണത്തെ അത്രയും ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് സാധ്യത. അടുത്തത് നമ്മുടെ തൃശ്ശൂരാണ്. കേരളം ഉറ്റുനോക്കിയൊരു മണ്ഡലമാണ്. ഒരുപക്ഷെ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി, കുറച്ച് നാൾ മുമ്പുള്ള ഒരു സുരേഷ് ഗോപി, ആ ഒരു ലേബലിൽ അദ്ദേഹം ഒരു BJPയുടെ ഒരു തനി BJPക്കാരനായിട്ട് മാറാതിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചേനെ. കഴിഞ്ഞ തവണത്തെ സാധ്യത പോലും ഈ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സാധ്യത പോലും തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾ, പ്രതാപം മാറിയത്, K മുരളീധരൻ നല്ലൊരു സ്ഥാനാർത്ഥിയായിരുന്നു, കോൺഗ്രസിൻ്റെ വോട്ടുകളെല്ലാം തന്നെ തിരിച്ചു പിടിക്കും എന്നുള്ള ഒരു സാധ്യതയുള്ള നേതാവ് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ മുരളീധരൻ പോലും അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വളരെയേറെ ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കോൺഗ്രസിൻ്റെ പരാജയം അദ്ദേഹം മുന്നിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കും ആദ്യം ഉണ്ടായിരുന്ന പിന്തുണയൊന്നും തന്നെ അവസാന ഘട്ടമായപ്പോഴത്തേക്കില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ കൊണ്ട് തന്നെയാണ്. കുറേ ആൾക്കാരെയൊക്കെ തന്നെ അദ്ദേഹം വിഭാഗീയതയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു തനി നിറം കാണിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നു എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ പരാജയത്തിന് കാരണം. സുനിൽകുമാറിന് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു പേര്, അതായത് VS സുനിൽകുമാർ എന്നുള്ള വ്യക്തിക്കുള്ള ആ ഒരു വില ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഒരിക്കലും താഴോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജയിക്കാൻ സാധ്യത കൽപ്പിക്കുന്നത്.